ഏറെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഗ്ലാസ് കൊണ്ടും മെറ്റൽ കൊണ്ടും ഉണ്ടാക്കിയ ഒരു ചെറിയ ട്യൂബ് കൊണ്ട് ഒരു സാമ്രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ സാധിക്കുമോ? ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ യൂണിവേഴ്സിൻ്റെ ഷേപ്പിനെ തന്നെ ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ അത് സാധിച്ചെടുത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേര് ഗലീലിയോ എന്നാണ്. അത് അദ്ദേഹം ഒരു വലിയ ബുദ്ധിമാനായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ മറ്റുള്ളവർ ഭയത്തോടെ മാത്രം നോക്കിക്കണ്ടിരുന്നൊരിടത്തേക്ക് ധൈര്യത്തോടെ നോക്കി എന്നതാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത കാര്യം. ടെലസ്കോപ്പിന് മുമ്പുള്ളൊരു ലോകം, 1000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ ഒരു കഥ മാത്രം വിശ്വസിച്ചിരുന്നു. ഭൂമി നിശ്ചലമാണത്രേ, സൂര്യൻ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, ആകാശം എന്നത് പെർഫെക്റ്റാണ്, അവിടെയുള്ളതെല്ലാം, അതായത് ആകാശത്തുള്ളതെല്ലാം തന്നെ പരിശുദ്ധമാണ്, അവ മാറ്റങ്ങൾക്ക് അതീതമാണത്രേ. ഇത് കേവലം ഒരു ഐഡിയ മാത്രമല്ല, ഇത് അന്നത്തെ ലോകത്ത് എഴുതപ്പെടാത്തൊരു നിയമം തന്നെയായിരുന്നു. ആരും തന്നെ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം ആകാശത്തെ ചോദ്യം ചെയ്യുക എന്നത് ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിനോട് തുല്യമായിരുന്നു. ഈ ഒരു ലോകത്തിലേക്കാണ് നമ്മുടെ ഗലീലിയോ ജനിക്കുന്നത്. അന്ന് ഗലീലിയോ ഒരു റൂമർ കേൾക്കാനിടയായി. വെനീസിലെ ഒരു മാർക്കറ്റിൽ ഒരു രസകരമായ കളിപ്പാട്ടം വിൽപ്പനയ്ക്കുണ്ട്. അതായത് അതിൻ്റെ ഗുണം എന്തെന്നാൽ ദൂരെയുള്ള സാധനങ്ങളെ വരെ അല്ലെങ്കിൽ സ്ഥലങ്ങളെ വരെ അടുത്ത് കാണാൻ അത് ഉപയോഗിച്ച് സാധിക്കും. അന്നതൊരു സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കൗതുകം ഉണർത്താൻ പറ്റുന്ന എന്തോ ഒന്ന് അതിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഈ കഥ ഗലീലിയോയുടെ മനസ്സിൽ തീ പിടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അധികം വൈകാതെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു കളിപ്പാട്ടം സ്വന്തമായി ഉണ്ടാക്കിയെടുത്തു. വീണ്ടും അതിൽ ഇംപ്രൂവ്മെൻറ്റുകൾ വരുത്തി. അങ്ങനെ അദ്ദേഹം അന്ന് ഭൂമിയിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായ ഒരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം അത് വെച്ച് ചിന്തിച്ചത് സ്വർഗത്തെക്കുറിച്ചൊന്നുമല്ല, അദ്ദേഹം ജസ്റ്റ് ക്യൂരിയസ് ആവുക മാത്രം ചെയ്തു. പക്ഷേ നിശബ്ദതയ്ക്ക് അതീവ പ്രാധാന്യം നൽകിയിരുന്ന അന്നത്തെ ലോകത്ത് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒന്ന് തന്നെയായിരുന്നു. 1609 നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ റൂഫിൻ്റെ മേലെ കയറി. എന്നിട്ട് ആ ഒരു ചെറിയ ട്യൂബിനെ ചന്ദ്രന് നേരെ പിടിച്ചു. ആ ഒരൊറ്റ നിമിഷത്തിൽ സയൻസും റിലിജിയനും പാസ്റ്റും ഫ്യൂച്ചറും ഭൂമിയും സ്വർഗവും എല്ലാം തന്നെ കൂട്ടിയിടിച്ചു. കാരണം ഗലീലിയോ അന്ന് കണ്ടത് അന്നോളം മറ്റൊരു മനുഷ്യനും തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ചിലതായിരുന്നു. ചന്ദ്രനിൽ അദ്ദേഹം പർവ്വതങ്ങൾ കണ്ടു, താഴ്വരകൾ കണ്ടു, വിള്ളലുകൾ കണ്ടു, നിഴലുകൾ കണ്ടു. അതിനർത്ഥം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രൻ എന്ന് പറയുന്നത് അന്നോളം വിശ്വസിച്ചതുപോലെ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അതിന് പരുക്കനായ ഒരു ഉപരിതലമുണ്ട്, വിള്ളലുകളുണ്ട്. നമ്മുടെ ഭൂമി പോലെ മറ്റൊരു ലോകം, അത്രമാത്രം. ഈ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അന്നത്തെ വിശ്വാസങ്ങളെ അടിച്ച് തകർക്കാൻ തന്നെ പ്രാപ്തിയുള്ളവയായിരുന്നു. അതായത് സ്വർഗം എന്ന് പറയുന്നത് അന്ന് വിശ്വസിച്ചതുപോലെ ഒരു ഡിവൈൻ പെർഫെക്ഷൻ ഒന്നുമല്ല, അത് പ്രകൃതി തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ ടെലസ്കോപ്പ് എടുത്ത് വ്യാഴത്തിന് നേരെ നീട്ടിപ്പിടിച്ചു. ഒരുപക്ഷെ അന്ന് അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിനെ തന്നെ ഞെട്ടിച്ചിരിക്കാം. വ്യാഴത്തിന് ചുറ്റും 4 നക്ഷത്രങ്ങൾ. വീണ്ടും അടുത്ത രാത്രിയിൽ അദ്ദേഹം ആ 4 നക്ഷത്രങ്ങളെ നോക്കി. അതിൻ്റെ സ്ഥാനത്തിൽ മാറ്റം വന്നിരിക്കുന്നു. ഓരോ രാത്രിയിലും അത് സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിനർത്ഥം അവ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ല, ഭൂമിക്ക് ഒരു ചന്ദ്രൻ എന്ന പോലെ വ്യാഴത്തിൻ്റെ 4 ചന്ദ്രന്മാരാണവ. അതായത് എല്ലാത്തിൻ്റെയും കേന്ദ്രം ഭൂമിയാണെന്നുള്ള അന്ന് വരെയുള്ള വിശ്വാസങ്ങളെല്ലാം തെറ്റാണ്. ഭൂമിയല്ല ഈ മഹാപ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. മനുഷ്യനെന്നത് ഈ വലിയ പ്രപഞ്ചത്തിലെ ഒരു പൊടിപടലം പോലുമല്ല. ഗലീലിയോ അന്ന് തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരിക്കാം: I believe I have discovered evidence that will upset the world. അതെ, അദ്ദേഹം തന്നെയായിരുന്നു ശരി. ഗലീലിയോ തൻ്റെ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചു. പക്ഷേ ഇത് അന്നത്തെ ജനങ്ങളെ ഞെട്ടിച്ചു. മതസ്ഥാപനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. കാരണം അന്നോളം വിശ്വസിച്ചതുപോലെ ആകാശം എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല എങ്കിൽ, ഭൂമിയല്ല ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെങ്കിൽ, അന്നോളം നിലനിന്നിരുന്ന പ്രാചീനമായ വിശ്വാസങ്ങളെല്ലാം തന്നെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണേനെ.
അത് തടയുവാനായി അവർ ഗലീലിയോയോട് നിർത്താനായി ആവശ്യപ്പെട്ടു. അദ്ദേഹം കണ്ടതെല്ലാം തന്നെ അദ്ദേഹത്തോട് തന്നെ നിഷേധിക്കുവാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് നിശബ്ദനാവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അന്ന് ഗലീലിയോ ഇങ്ങനെയായിരിക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവുക: നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന് നിഷേധിക്കപ്പെട്ടവയൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നു. അതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം. സത്യത്തെ കണ്ടെത്തുക എന്നതല്ല, അതെല്ലാവരിലേക്കും തുറന്നു പറയുക എന്നതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവർ അദ്ദേഹത്തെ വിചാരണ ചെയ്തു. പ്രായമായി അസുഖം ബാധിച്ച് ഏകദേശം പൂർണ്ണമായും അന്ധനായ ഗലീലിയോ അന്നത്തെ അതിശക്തരായ മനുഷ്യർക്ക് മുന്നിൽ ധൈര്യത്തോടെ നിന്നു. ഇവിടെയുള്ള ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ഗലീലിയോ നോക്കിയതുപോലെ ഈ മനുഷ്യരാരും തന്നെ ടെലസ്കോപ്പിലൂടെ ഒരു വട്ടം പോലും തൻ്റെ ചുറ്റുമുള്ള പ്രപഞ്ചത്തെ കണ്ടിട്ടില്ല. എന്നിട്ടും അവരെല്ലാം തന്നെ ഗലീലിയോയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ മന്ത്രിച്ചു: ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എഴുന്നേറ്റ് നിന്ന ശേഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: എപ്പോസി മൂവേ ആൻഡ് യെറ്റ് ഇറ്റ് മൂവ്സ്. ആ വാക്കുകൾക്ക് പിന്നിൽ വലിയൊരു അർത്ഥമുണ്ട്. നിങ്ങൾക്കൊരുപക്ഷെ എന്നെ നിശബ്ദനാക്കാൻ സാധിച്ചേക്കാം, പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഈ പ്രപഞ്ചത്തെ നിശബ്ദമാക്കാൻ സാധിക്കില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിന് നിങ്ങളിൽ ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ല. ഒരു വിദ്യാർത്ഥിക്ക് ഗലീലിയോയിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അത് ആസ്ട്രോണമി അല്ല, അത് ഹിസ്റ്ററി അല്ല, അത് ഒപ്റ്റിക്സ് അല്ല, അത് ധൈര്യമാണ്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് ഫാക്റ്റുകളുടെ ഒരു കലക്ഷൻ ഒന്നുമല്ല. അത് ഒരു സത്യം അൺകംഫർട്ടബിൾ ആകും എന്ന് തിരിച്ചറിയുമ്പോഴും ആ സത്യത്തിനോട് നമ്മൾ കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റ് ആണ്. ഗലീലിയോയുടെ ടെലസ്കോപ്പ് വളരെ ചെറുതായിരുന്നു, പക്ഷേ അദ്ദേഹം അത് പിടിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ ധൈര്യം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അദ്ദേഹം ഈ ലോകത്തെ പഠിപ്പിച്ച ഒരു വലിയ കാര്യമുണ്ട്: നമ്മളിലെ നമ്മളെ കണ്ടെത്തുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മഹത്തരമായ കലാപവും വിപ്ലവവും.